തൃശൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത യുഹാനോൻ മാർ മിലിത്തിയോസ് ടെലിഫോൺ ലൈനിലുണ്ട്. മാർ മിലിത്തിയോസ്, ഇന്നിപ്പോൾ താങ്കളുടെ ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മെത്രാന്മാരെ ഒരിടത്ത് ആദരിക്കുമ്പോൾ മറ്റൊരിടത്ത് പുൽക്കൂട് നശിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക്. ഇന്നലെ പ്രധാനമന്ത്രി ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സാഹോദര്യവും സ്നേഹവുമാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം എന്നൊക്കെ ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതും നമുക്കറിയാം. ഈ രണ്ടിടത്തും നടക്കുന്നത് വലിയൊരു ഇരട്ടത്താപ്പല്ലേ മാർ മിലിത്തിയോസ്? തീർച്ചയായിട്ടും ഇത് മലയാള ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം ജർമ്മനിയിലെയും ശ്രീലങ്കയിലെയും ഒക്കെ ക്രൈസ്തവ പീഡയെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും പറയുമ്പോൾ അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ഒരു ഇരട്ടത്താപ്പ് ആണ്. ആത്യന്തികമായി അദ്ദേഹം മെമ്പറായിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയ രാഷ്ട്രീയ തത്വസംഹിതയുടെ പദ്ധതി ഭാരതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കും അറിയാം. അതുകൊണ്ട് ഒരു രണ്ട് ശൈലിയിലുള്ള പദ്ധതിയാണ്. ഒന്ന്, ക്രൈസ്തവ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തി പ്രീണിപ്പിച്ച് ഉപഹാരങ്ങൾ നൽകി ഒക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം CBCI കേന്ദ്ര ഓഫീസിൽ സന്ദർശിക്കുകയും മെത്രാന്മാരെയെല്ലാം ആദരിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും പുൽക്കൂടിൽ ഒരു പുഷ്പാർച്ചന നടത്തുകയും ചെയ്തത്. അതേ പാർട്ടിയുടെ സ്വാഭാവികമായും പ്രാദേശിക ഘടകമാണ്. ഏറ്റവും കുറഞ്ഞത് ഒരിടത്ത് അത് പ്രകടമായ ഒരു കാര്യമാണ്. അത് അവിടെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ പ്രകടമായ കാര്യമാണ്. മറ്റിടത്തും അതിൽ നിന്ന് അപ്പുറത്താണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോ പ്രാദേശിക തലത്തിൽ ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. അതിൽ ക്രിസ്തീയ സമൂഹം തീർച്ചയായിട്ടും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര ശുശ്രൂഷ മേഖലയിൽ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെല്ലാം വളരെ പ്രകടമായ സ്വാധീനമുള്ള സമൂഹമാണ്. അവരെ എളുപ്പത്തിൽ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഒരു മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഊതിക്കൊണ്ട് കഴുത്തറക്കുക എന്നുള്ള ആത്യന്തികമായ ആ സവർക്കറുടെ അല്ലെങ്കിൽ വിചാരധാരയുടെ ലക്ഷ്യം സാർത്ഥകമാക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വലിയൊരു നാടകമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. തമാശാണ്. ഒരേ സ്ഥലത്ത് ഈ മെത്രാന്മാരെല്ലാം വിളിച്ചു കൂട്ടി ആദരിക്കുന്നു എന്ന് വരുത്തുക. അതേസമയം മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹങ്ങളെ ഇല്ലാതെയാക്കുക. അതേസമയം പ്രാദേശിക തലത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. നമ്മൾ ഈ മണിപ്പൂരിന്റെ വിഷയം പറയുമ്പോൾ തന്നെ മറ്റൊരിടത്ത് ഇത് നടക്കുന്നുണ്ടായിരുന്നു. അന്നും നമ്മളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് എന്തുകൊണ്ട് ഇത് മനസ്സിലാകാതെ പോകുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഇരട്ടത്താപ്പ് എന്നുള്ളത് മനസ്സിലാകാതെ പോകുന്നുണ്ടോ ക്രൈസ്തവ ന്യൂനപക്ഷ സമൂഹത്തിലെ ആർക്കെങ്കിലും ഒക്കെ? എന്ന് വന്നാൽ ഒരുപക്ഷെ ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ കെട്ടിപ്പടുത്ത സ്തൂപങ്ങളുണ്ടല്ലോ, അതിന് കഴിയുന്നിടത്തോളം ദോഷം വരാതെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമാണ് തൃശ്ശൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ. അതെ, അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇന്നോ ഇന്നലെയോ നമ്മൾ കണ്ടു തുടങ്ങിയതല്ല, ഇത് മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നുള്ളത് താങ്കളുടെ ആ സൂചനയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇത് മനസ്സിലാക്കാതെ പോകുന്നതല്ല, മനസ്സിലാക്കിയിട്ട് പക്ഷേ ഇപ്പോഴത്തെ നിലനിൽപ്പിന് ഈ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ജർമ്മനിയിൽ ഹിറ്റ്ലർ യഹൂദന്മാരെ കൊന്നപ്പോ ചെയ്തത് ഇത് തന്നെയാണ്. ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു ഞങ്ങള്. അതെ, ഇത് പ്രധാനമന്ത്രിയോട് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകണം എന്നൊരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? തീർച്ചയായിട്ടും. അത് അദ്ദേഹം ക്ഷണിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ആവശ്യപ്പെടുമ്പോഴോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇക്കാര്യം പറയണം, ശക്തമായിട്ട് പറയണം. ഇത് ഭാരതത്തിന്റെ സംസ്കാരമല്ല, ഇത് അങ്ങയെപ്പോലെയുള്ള ഒരാളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഞാനിത് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു. വളരെ നന്ദി യുഹനാൻ മാർ മിലിത്തിയോസ് പ്രതികരിച്ചതിന്.
ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലീത്ത യൂഹാനോൻ മാർ മിലിത്തിയോസ് ആണ് 24-നോട് പ്രതികരിച്ചത്. BJP-യുടെ ഇരട്ടത്താപ്പ് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു.